കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ എന്നിവരെ ആദരിക്കുന്നു. ജൂലൈ 7-ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് ജനങ്ങളെ എങ്ങനെ അവരുടെ വിജയങ്ങളിൽ ആദരവ് നൽകുന്നു എന്നതിൻ്റെ ഒരു വലിയ മാതൃകയാണ് ഈ ഒരു യോഗം. ഈ ഫുൾ A+ കിട്ടിയ കുട്ടികളെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ വിജയം കൈവരിച്ച എല്ലാ കുട്ടികളെയും അനുമോദിക്കണം എന്നുള്ളൊരു ചർച്ച കൂടി വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുമോദനം കൊടുക്കുന്ന കുട്ടികൾ ഫുൾ A+ നേടി അനുമോദനം കൊടുക്കുന്ന കുട്ടികളോടൊപ്പം വിജയികളായവരും വിജയിക്കാത്തവരെയും കൂടി അനുമോദിക്കണം. എങ്കിലാണ് നാളെ വിജയം കൂടുതൽ ഉണ്ടാവുകയുള്ളൂ. അഭിമാനം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ആശാവർക്കർമാർ. നമ്മൾ എത്ര ആദരിച്ചാലും പോരാ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സർക്കാരിൽ നിന്നും നിർദ്ദേശം അനുസരിച്ചു കൊണ്ടുള്ള അവർക്കൊരു തുക കൊടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ കൂടെയാണ് അവരിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് മുൻനിർത്തിക്കൊണ്ട് പോകുന്നത്. എത്ര ആശംസിച്ചാലും പോരാ എങ്കിലും നമ്മുടെ പഞ്ചായത്തിൻ്റെ രീതിയിലും ഞങ്ങളുടെ എല്ലാവരുടെയും അതുപോലെ തന്നെയാണ് നമ്മുടെ ഹരിത കർമ്മസേനക്കാർ. നമുക്കറിയാലേ, നമ്മുടെ സുരേഷ് മെമ്പർ, മറ്റൂടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, ഹരിത കർമ്മസേനാംഗങ്ങൾ, ആശാവർക്കർമാർ, എൻ്റെ മുന്നിലിരിക്കുന്ന മറ്റു രക്ഷിതാക്കൾ, വിവിധ പാർട്ടി നേതാക്കന്മാർ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ വിദ്യാർത്ഥികൾ ഉന്നത വിജയം നേടി ഇവിടെ എത്തിയിരിക്കുന്നു. അതായത് ഫുൾ A+ കിട്ടിയ SLC കുട്ടികളും +2 കുട്ടികളും അവർ ഇനിയും ഒരുപാട് ചടങ്ങുകളിൽ ഇതേപോലെ പങ്കെടുക്കേണ്ടതും ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കാനുള്ളതുമാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ക്ഷമയോടുകൂടി നമ്മളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നട്ടുച്ച സമയത്തും ഈ തിങ്ങി നിറഞ്ഞ സദസ്സ് നിങ്ങൾ ഓരോരുത്തരിക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടിക്ക് നിങ്ങൾ എന്തുമാത്രം പരിഗണന കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നിങ്ങൾ ഈ ഉച്ച സമയത്തും ഇങ്ങനെ കൂടിയിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങിനെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ കുട്ടികളുടെ റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ആദരവിനെ കുറിച്ച് എൻ്റെ മകന് A+ ഉണ്ട് എന്ന് വിളിച്ചറിയിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളല്ല, അവരുടെ രക്ഷിതാക്കളാണ്. വേദിയിലുള്ള സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഒരു ആശംസാ പ്രസംഗത്തിനോ ഒരു സംസാരത്തിനോ പറ്റിയൊരു സാഹചര്യമല്ല എന്നറിയാം. എങ്കിലും നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിന് നമ്മളെല്ലാവരും ക്ഷമയോടെ കുറച്ച് സമയം ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ A+ നേടിയ SSLC+2 നേടിയ മുഴുവൻ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. അവർ +2 അതേമാതിരി SSLC ഒക്കെ ഫുൾ A+ നേടിയ ഒപ്പം തന്നെ സമൂഹത്തിലെ മാർക്ക് കുറഞ്ഞു പോയവരെയും അതേപോലെ തന്നെ തോറ്റുപോയവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു മാതൃകയായി വളരാൻ ആ കുട്ടികൾക്ക് കഴിയട്ടെ. ഇനിയും ഉയർന്ന നിലക്ക് ഒരുപാട് റാങ്കുകളും മുന്നിലൊക്കെ എത്താൻ കഴിയട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രത്യേകമായി ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഹരിത കർമ്മസേന. ഈ വേദിയിൽ അവരെയും കൂടി ആദരിക്കുകയാണ്. തീർച്ചയായും ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ് അവരും. ഒപ്പം തന്നെ മനോഹർ ആശാ വർക്കർമാർ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു അവാർഡ് തന്നെ ചടങ്ങ് നടക്കുകയാണ്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഇവിടെ വന്ന മുഴുവൻ സഹോദരന്മാരെയും എല്ലാവരെയും അഭിവാദ്യം ചെയ്തു നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഇത്തവണ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വന്തം ആളുകളായ ഹരിതകർമ്മസേനാംഗങ്ങളെയും ആശാവർക്കർമാരെയും ആദരിക്കുന്ന വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, മാലിന്യ പരിപാലന രംഗത്ത് മികച്ച പ്രവർത്തനം കൈവരിച്ചവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ചടങ്ങ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് മികച്ചതിൽ നിന്നും ഇനി വളരെ മികച്ചതിലേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രോത്സാഹനം മാത്രമാണ് ഇത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.
+2 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ആദ്യമായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നത്. ഫിദൽ EJ, സഫ്ന KM, ശ്രേയ K, സഹല OI, നിമിത KT, സഹറ ഫാത്തിമ, അപർണ P ഉണ്ണികൃഷ്ണൻ, നിരഞ്ജൻ MD, മിത്ര KS, അഞ്ജലി EM, അനഘ KR, അമീറ KA, സൗപർണിക വിൽസൺ, ആൽബസ്റ്റ് KD, ഹുദ, ഗൗരി കൃഷ്ണ MU, നെഹബ PB, കൃഷ്ണതേജ KS, ആമിന നസ്രീൻ, ബഹുമാനായ MLA നമ്മുടെ വേദിയിലേക്ക് കടന്നുവരികയാണ്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടി MLAയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നമുക്ക് തുടരുന്നതാണ്. നമ്മുടെ പഞ്ചായത്ത് ആദരം 2024 എന്ന പേരിൽ ഒരു പരിപാടി നന്നായി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നമുക്ക് പുരോഗതി ഉണ്ടാകുമ്പോഴും നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു പുതിയ എന്താണ് പറയുക, ഒരു പോസിറ്റീവ് എനർജി കിട്ടുക. ഇവിടെയാണെങ്കിൽ നമ്മുടെ ആശാ വർക്കർമാരെയും അതുപോലെ തന്നെ ഹരിത കർമ്മസേനയും SSLC +2 ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർ നല്ല ഗംഭീരമായ വേഷത്തിലൊക്കെ വന്നിരിക്കുകയാണ്. അവരെ കണ്ടാൽ തന്നെ ഇപ്പോൾ അല്ലേ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടി ആദരിക്കുകയാണ്. നമുക്കിപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ആ സമയത്ത് ഇവരുടെ സേവനം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
നമുക്ക് ഇനിയും ഈ രംഗത്ത് കുറേ കാര്യത്തിൽ മുന്നോട്ട് പോകാനുണ്ട്. അതിൻ്റെ ഈ വേസ്റ്റ് എന്നുള്ളത് നാളെ അസറ്റായി മാറ്റണം എന്നാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. സ്വത്തായിട്ട് മാറ്റണം. വേസ്റ്റ് എന്ന് തന്നെ ഉണ്ടാവാൻ പാടില്ല, സ്വത്താക്കാൻ എങ്ങനെ പറ്റുമെന്നാണ്. നാളെയൊക്കെ പറ്റുന്നത് ഇങ്ങനെ ഒരു ആളുകളെ കുറിച്ച് പോലും പണ്ട് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കുറേ ആളുകൾ ഇതിങ്ങനെ വീടുകളിൽ പോയി ഇതൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കാലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയായി. പിന്നെ ഈ ജോലിക്കുള്ള പ്രത്യേകത എന്ന് മനസ്സിലാവുമല്ലോ, ഏകദേശം 100% സ്ത്രീകളാണ് അല്ലേ? അത് നിങ്ങളുടെ ഒരു വലിയ അംഗീകാരമുണ്ട്, ചെറിയ കാര്യമല്ല. 100% സ്ത്രീകൾ ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയിലെ പുതിയൊരു ഇടം സൃഷ്ടിക്കുക കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ കൊറോണ കാലത്തും അല്ലാത്ത സമയത്തും ഒക്കെ നമ്മുടെ നല്ല വിശപ്പ് ഉള്ള സമയത്ത് പ്രസംഗിച്ച് നിങ്ങളൊട്ടും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവിടെ ഇന്ന് നമ്മുടെ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി, ആദരം എന്ന് പറയുന്ന പരിപാടി, നമ്മുടെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ പ്രവർത്തിക്കാൻ, കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് ഉയർത്തട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്മയുള്ള പ്രവർത്തനങ്ങളായി സമൂഹം വിലയിരുത്തുന്നുണ്ട് എന്ന് കൂടി അറിയിക്കുന്നു. ഈ SSLC +2 ഉന്നത വിജയം ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾ ഇനി അടുത്ത തലങ്ങളിൽ പോകുമ്പോഴും ഒരു നല്ല വിജയികളായി ഇനിയും ഒരു സമ്മാനമൊക്കെ മേടിക്കാൻ കഴിയുന്ന മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളായി മാറട്ടെ എന്നുകൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഇതിൽ വൈകി വന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ നോട്ടീസും കാണില്ല എന്നുള്ളത് കൊണ്ടാണ് ചില ആൾക്കാരൊക്കെ പറയാൻ വിട്ടുപോയിട്ട്. അതിൽ MG യൂണിവേഴ്സിറ്റി MA അറബിക് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സഹല ഇവിടെയുണ്ട് അല്ലേ? എൻ്റെ കുടുംബാംഗം ഇവിടെ വന്നിട്ടുണ്ട്. അവർ പ്രത്യേകമായി അനുമോദിക്കുന്നു. സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച 2ാമത്തെ നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഗ്രീഷ്മ ഉദയ് അല്ലേ? അവരിവിടെ സന്നിഹിതമാണ്. അച്ഛനുണ്ട്. അയ്യോ ശരി, അവരും വേദിയിലുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരു തിരക്കിൻ്റെ ഇതിലൊക്കെ ഓരോരുത്തരൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് നിങ്ങൾ സദയം അതിൻ്റെ പ്രയാസം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി പരിപാടി സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മുടെ ആദരവ് ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യമായി MG യൂണിവേഴ്സിറ്റിയിൽ MA അറബിക് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സഹല എമ്മം നമ്മുടെ തൊട്ടടുത്തുള്ള കൊപ്രക്കളം ബുസ്താനുൽ അറബിക് കോളേജിൽ പഠിച്ചിട്ടാണ് ഈ ഒരു ആദരവ് നമ്മൾ നൽകുന്നത്. കൈപ്പുറം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെയാണ് സഹല എമ്മം. ആ വിദ്യാർത്ഥിനി ഇന്ന് ഒരു അടിയന്തരമായ ഒരു യാത്ര പോകേണ്ടി വന്നതിനാൽ കുടുംബാംഗമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഷഹന സലാം കുടുംബാംഗത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച 2ാമത്തെ നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ ഗ്രീഷ്മ ഉദയിന് വേണ്ടി ഏറ്റുവാങ്ങുന്നത് അച്ഛൻ മനോമോഹൻ സാർ അവர்களാണ്. നാടക നടനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വീട് കിട്ടിയ ഒരവസരവും അതിക്രമിച്ചു വാങ്ങിയ ഒരു സംസാരമാണ്. ആരോടൊന്നും പറയാതെ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനാകാത്ത ഒരു യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ യാത്രയിൽ നിന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർക്ക് എല്ലാവർക്കും പ്രണാമം. ഞാൻ ഈ വേദി ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആളാണ് ഞാൻ. അത് പറയാൻ കാരണം
2018 എനിക്ക് കേരള ഗവൺമെന്റ് ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. അന്ന് ഈ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് അക്കാലത്തെ ഭരണസമിതിക്കാര് ഒരു അനുമോദനമോ ഒരു ആശീർവാദമോ ചെയ്തില്ല. നമ്മളെവിടെ പോയിട്ട് എന്ത് സമ്മാനം വാങ്ങിച്ചാലും നമ്മുടെ നാട്ടിൽ മേടിക്കുന്ന സമ്മാനമാണ് ഏറ്റവും വലുത്. നമ്മൾ സുഖസുഖത്തിലായിരിക്കുമ്പോൾ പുറത്തു പോയിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചാൽ അതിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മമാര് നമ്മുടെ ഭാര്യ ഉണ്ടാക്കി തരുന്ന കഞ്ഞിയും ചമ്മന്തിയുമാണ് ഏറ്റവും വലുത്. എന്തായാലും എൻ്റെ മകളിലൂടെ ഈ അവസരം വിനിയോഗിക്കാനായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടത്, കിട്ടാതെ പോയത്, എൻ്റെ മകളിലൂടെ കിട്ടിയത് അത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനായതിലും ഞാൻ അതീവ സന്തുഷ്ടമാണ്. എല്ലാവർക്കും ഒരിക്കൽ നമസ്കാരം. +2 വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് തുടരുന്നു. ആമിന നസ്രീൻ, ആമിന നസ്രീൻ, ശ്വേത കെ ആർ, ശ്വേത കെ ആർ, ശ്വേത കെ ആർ, ആദിൽ സിനാൻ, ആദിൽ സിനാൻ, ആദിൽ സിനാൻ, ഫാത്തിമ കെ എ, ഫാത്തിമ കെ എ, ഫൈറൂസ അബ്ദുൽ ഷുക്കൂർ, ഫൈറൂസ അബ്ദുൽ ഷുക്കൂർ, മുഹമ്മദ് ഷിഫാസ് കെ എസ്, മുഹമ്മദ് ഷിഫാസ് കെ എസ്, ഇസ പി ഐ, ഇസ പി ഐ, ഇസ പി ഐയുടെ കുഴപ്പം. ആമിന ബി എ, ആമിന ബി എ, ലയന കെ ഐ, ലയന കെ ഐ, വിനയ് വേണുഗോപാൽ, വിനയ് വേണുഗോപാൽ, ആമിന അഷ്റഫ്, ആമിന അഷ്റഫ്, ആമിന അഷ്റഫ്, അനാമിക കെ ടി, അനാമിക കെ ടി, മീര, 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 നസീല ടീച്ചർ, നസീല ടീച്ചർ, നസീല ടീച്ചർ, അസ്മിൻ ഫാത്തിമ, അസ്മിൻ ഫാത്തിമ, ലക്ഷ്മി എം വൈ, ലക്ഷ്മി എം വൈ, ലക്ഷ്മി എം വൈ, ലക്ഷ്മി, ലക്ഷ്മിയുടെ ആതിര കെ പി, ആതിര കെ പി, ദേവനാരായൺ ഡി എസ്, ദേവനാരായൺ ഡി എസ്, ഫിദ ഫാത്തിമ, ഫിദ ഫാത്തിമ, ഫിദ ഫാത്തിമ, മുഹമ്മദ് റിഹാൻ ടി എം, മുഹമ്മദ് റിഹാൻ ടി എം, മുഹമ്മദ് റിഹാൻ ടി എം,
ദേവിക TV. ദേവിക TV. നമ്മുടെ മാഷ് അടുത്തപ്പോ അറിയാലോ, നമുക്ക് നല്ലതായിട്ട് പല പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുന്നതിന്റെ പേരിൽ തിരക്കുണ്ട്. ഇപ്പൊ എല്ലാവരും പരിഗണിച്ച് കുറച്ച് കൊടുത്തിട്ട് ബാക്കി നമുക്ക് കൂടെ കൊടുക്കാവുന്നതാണ്. ആശാവർക്കർമാരെ അടുത്ത ആദരവേറ്റ് വന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. സുഭദ്ര, ആശാവർക്കർ സുഭദ്ര. ആശാവർക്കർ സൗമിനി PV. സൗമിനി PV. ജാൻസി KV. ജാൻസി KV. ജീജ PP. ജീജ PP. സിന്ധു ഷൈൻ. സിന്ധു ഷൈൻ. വസന്ത. വസന്ത, ആശാവർക്കർ വസന്ത. ശൈലജ ദാസൻ. ശൈലജ ദാസൻ. അടുത്തത് കുറച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ആദരവ്. പ്രിയ ബാബു. ഹരിതകർമ്മ സേനാംഗം പ്രിയ ബാബു. രത്നമണി. ഹരിതകർമ്മ സേനാംഗം രത്നമണി. നിർമ്മല വിജയൻ. ഹരിതകർമ്മ സേനാംഗം നിർമ്മല വിജയൻ. അവാർഡ് ഏറ്റുവാങ്ങി പോകരുത്. കുറച്ച് സമയത്തുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും ആദരവോട് നമ്മൾ അഭിനന്ദിക്കണമല്ലോ എന്തായാലും. മിന്നു ദാസ്. മിന്നു ദാസ്. പ്രേമ. ഹരിതകർമ്മ സേനാംഗം പ്രേമ. സൗമിനി പ്രേമൻ. സൗമിനി പ്രേമൻ. SSLC full A+ നേടിയ താജുന്നിസ VY. താജുന്നിസ VY. സഹലയ KM. സഹലയ KM. ഷഫ്ന ഷാഫി. ഷഫ്ന ഷാഫി. മിൻഹ TA. മിൻഹ TA. മിൻഹ TA. വൈദ്യലക്ഷ്മി OS. വൈദ്യലക്ഷ്മി OS. കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസൻ അവരെ ക്ഷണിക്കുന്നു. അഹമ്മദ് നിഹാൽ. SLC full A+ നേടിയ അഹമ്മദ് നിഹാൽ. അഹമ്മദ് നിഹാൽ. ഹെലൻ റോസ്. ഹെലൻ റോസ്. നമ്മളിനി പെട്ടെന്നൊരു 10 മിനിറ്റിൽ അവസാനിപ്പിക്കട്ടെ. നമുക്ക് എല്ലാവരെയും അഭിനന്ദിച്ചൊക്കെ പോയാൽ മതി നമ്മളെല്ലാവരും. പാവന KP.
TS, മുഹമ്മദ് റിസ്വാൻ TS, ഹാരിസ് PF, പ്രിയപ്പെട്ട ഫഹദിന്റെ മകൻ ഹാരിസ് PF, നഹല മുഹമ്മദ് ഫാരിസ് PR, കണ്ണകി KP, പുണ്യ സുദീപ്, ഡോണ റോസ്, അടുത്തായി ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട ഇസ്ഹാഖ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അഭിജയ്, SSLC ഫുൾ A+ നേടിയ അഭിനവ് കൃഷ്ണ NU, അടുത്തായി +2 ഫുൾ A+ നേടിയവരാണ് മിൻസ ഇക്ബാൽ, അസ്ന PN, അനന്യ VS, നമ്മുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അനന്യ VS, ദിയ KR, ദിയ ഷെറിൻ, അടുത്തായി ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയപ്പെട്ട ടീച്ചർ സുബിന ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ നവതേജ് കൃഷ്ണ NB, ആത്തിഫ സുരയ്യ, മുഫ്ലിഹ KA, ഹിനാസ് മുജീബ്, പ്രണവ് PP, നിഖിൽ TS, അടുത്തായി ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി +2 പരീക്ഷയിൽ A+ നേടിയ മനു കൃഷ്ണ TS, SSLC ഫുൾ A+ നേടിയ ഫർഹ ഫാത്തിമ, ആതിര MS, ദിൽഷ TS, ദേവിപ്രിയ MR, ദേവിക കുറുട്ടി,
ദേവനന്ദ BS. ദേവനന്ദ BS. ദേവനന്ദ BS. അടുത്തതായി ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട സൈലാബ്ദീൻ സാഹിബിനെ ആദരവ് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഫിദ ഫാത്തിമ. ഫിദ ഫാത്തിമ. അഹമ്മദ് ബിൻ ഹമീദ്. അഹമ്മദ് ബിൻ ഹമീദ്. ബഹുമാനായ അബ്ദുൽ വേദിയിലേക്ക് ആദരവ് ക്ഷണിക്കുന്നു. ഫാത്തിമ തൻഹ. ഫാത്തിമ തൻഹ. അടുത്തതായി കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ഷമീർ മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെ ആദരവ് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഫിദ നസ്രീൻ. ഫിദ നസ്രീൻ. ഫിദ നസ്രീൻ. അഭിഷേക് MH. അഭിഷേക് MH. അഭിഷേക് MH. സന BJ. സന BJ. അപർണ AB. അപർണ AB. അടുത്തതായി ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ മെമ്പർ ഷാജഹാൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ അമൃത KS. അമൃത KS. ഐശ്വര്യ MS. ഐശ്വര്യ MS. ആദിഷ് PM. ആദിഷ് PM. ശ്രീകാന്ത് KS. ശ്രീകാന്ത് KS. അടുത്തതായി ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ വാർഡ് മെമ്പർ ഷഫീഖ് സിനാൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഷഫീഖ് സിനാൻ മെമ്പറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി മുഹമ്മദ് അസ്ലം. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മുഹമ്മദ് അസ്ലം. ഉണ്ണിമായ MA. ഉണ്ണിമായ MA. ശിവഗാമി. ശിവഗാമി. അശ്വിൻ KA. അശ്വിൻ KA. അടുത്തതായി ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ നമ്മുടെ സെക്രട്ടറി ഇൻചാർജ് അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ് സാർ അവരെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ അനാമിക. അനാമിക. അനിജ പത്മിനി. അനിജ പത്മിനി. അനിജ പത്മിനി. വിഷ്ണുദേവ് KS. വിഷ്ണുദേവ് KS. സന PA. സന PA.
അടുത്തതായി ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ വാർഡ് മെമ്പർ ജിനൂബ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സെബാൻ ഔഷാദ്, സെബാൻ ഔഷാദ്, ആൽന ജോബി, അൽന ജോബി, ശ്രീലക്ഷ്മി ടി ഡി, ശ്രീലക്ഷ്മി ടി ഡി, അൻസഫ് ടി എസ്, അൻസഫ് ടി എസ്, അഞ്ജു കൃഷ്ണ ടി യു, അഞ്ജു കൃഷ്ണ ടി യു, അടുത്തതായി ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി CDS ചെയർപേഴ്സൺ റസ്മിയ അവരുടെ ആദരവ് ക്ഷണിക്കുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഷീജ തമ്പി, ഷീജ തമ്പി, എല്ലാവരും കൈയടിക്കുക. എല്ലാവർക്കും ഇപ്പൊ കഴിയുമ്പോൾ ഒരുമിച്ച് പിരിയാം. എല്ലാവർക്കും +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ അനാമിക മനോജ്, അനാമിക മനോജ്, അനാമിക മനോജ്. ഹരിതകർമ്മ സേനാംഗം വനജ ശ്രീനിവാസൻ, വനജ ശ്രീനിവാസൻ. ആശാ വർക്കർ രമണി, ആശാ വർക്കർ രമണി. ഹരിതകർമ്മ സേനാംഗം വത്സല, വത്സല. പേരിൽ നമ്മുടെ മെമ്പർമാരുടെങ്കിൽ സദസ്സിലെ മെമ്പർമാരുടെ പേരിലേക്ക് കയറി വരുന്നതാണ്. ആശാ വർക്കർ ലിഷ പ്രകാശ്, ലിഷ പ്രകാശ്. അടുത്ത കൊടുക്കുന്നതിന് വേണ്ടി പ്രസിഡന്റിന്റെ ആദരവ് ക്ഷണിക്കുന്നു. ആശാ വർക്കർ സുനിത വിക്രമൻ, സുനിത വിക്രമൻ. ഹരിതകർമ്മ സേനാംഗം സുമ ശശി, സുമ ശശി. മായ സുധീഷ്, ഹരിതകർമ്മ സേനാംഗം മായ സുധീഷ് വന്നിട്ടില്ലേ? ഹരിതകർമ്മ സേനാംഗം രാജി മനോജ്, രാജി മനോജ് വന്നിട്ടില്ല. ഹരിതകർമ്മ സേനാംഗം രജനി സഹദേവൻ, രജനി സഹദേവൻ. ഹരിതകർമ്മ സേനാംഗം രതി, രതി. ഹരിതകർമ്മ സേനാംഗം സുശീല സത്യൻ, സുശീല സത്യൻ. ഹരിതകർമ്മ സേനാംഗം പുഷ്പ വത്സൻ, പുഷ്പ വത്സൻ. രജനി പ്രതാപൻ, ഹരിതകർമ്മ സേനാംഗം രജനി പ്രതാപൻ. ഹരിതകർമ്മ സേനാംഗം നിജി പ്രജിത്ത്, നിജി പ്രജിത്ത്. കവിത ഗിരീഷ്, കവിത ഗിരീഷ്. ജയ ലക്ഷ്മണൻ, ജയ ലക്ഷ്മണൻ. രാധ സുനിൽകുമാർ, രാധ സുനിൽകുമാർ. വസന്ത സുരേഷ്, വസന്ത സുരേഷ്.
ഷാഹിന സുധീർ, ഷാഹിന സുധീർ. ശൈലജ പ്രദീപ്, ശൈലജ പ്രദീപ്. രമണി അനീന്ദ്രൻ, രമണി അനീന്ദ്രൻ. മിനി രാജേഷ്, മിനി രാജേഷ്. ശ്രീലത ശ്രീനിവാസൻ, അനിത സുനിൽ, അനിത സുനിൽ. സുമിത പ്രകാശൻ, സുമിത പ്രകാശൻ. രചിത ഗിരീഷ്, രചിത ഗിരീഷ്. മായ ബാബു, മായ ബാബു. തങ്കമണി, തങ്കമണി. ശൈല സുനിൽകുമാർ, ശൈല സുനിൽകുമാർ. സരസ്വതി ദേവദാസ്, സരസ്വതി ദേവദാസ്. അമ്പിളി സുധീർ, അമ്പിളി സുധീർ. അംബുജം, അംബുജം. അംബിക മോഹനൻ, അംബിക മോഹനൻ. ദേവു, ദേവു. അഖിലവേണി, അഖിലവേണി. ആശാവർക്കർ, ആശാവർക്കർ അഖിലവേണി. ആശാവർക്കർ ബിജി സുധീഷ്. ആശാവർക്കർ അംബിക സജീവൻ, അംബിക സജീവൻ. ആശാവർക്കർ ഷീല മുരളി, ഷീല മുരളി. ശൈല അശോകൻ, ആശാവർക്കർ ശൈല അശോകൻ. ആശാവർക്കർ അമ്പിളി പി എസ്. ഫാത്തിമ സന്തോഷ്. വൈകിട്ടില്ല ഈ ആശാവർക്കർമാരുടെ കാര്യങ്ങൾ ഫോട്ടോകളൊക്കെ സംഘടിപ്പിച്ച് പരിപാടികൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കൃത്യം പറയാൻ മിനി അജയ് ഘോഷ്, ആശാവർക്കർ മിനി അജയ് ഘോഷ്. കൈരളി സുരേഷ്, ആശാവർക്കർ കൈരളി സുരേഷ്. ആശാവർക്കർ കാഞ്ചന വീടി, കാഞ്ചന വീടി. ആശാവർക്കർ ഗീത ടി കെ, ഗീത ടി കെ. ആശാവർക്കർ ഷീജ എം എസ്, ഷീജ എം എസ്. ഹൈദരാബാദ് സേനാംഗം സുനന്ദ,
ഹരിതകർമ്മ സേനാംഗം ഐഷാബി മുഹമ്മദ്. ഐഷാബി മുഹമ്മദ്. ആശാ വർക്കർ സിന്ധു ഷൈൻ.